ചേംബറിൽ സിഎം എത്തിയിരിക്കുന്നു. അതാ മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് VDS ആദ്യമായി കയറുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തത്സമയ ദൃശ്യങ്ങൾ, റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. അതാ മുഖ്യമന്ത്രി കസേരയിൽ VDS ഇരുന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ VDS ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ കസേരയിൽ ഇരുപ്പിച്ച ദൃശ്യമാണ് കാണുന്നത്. ആദ്യാഭ്യന്തരം അദ്ദേഹത്തിന്റെ സന്തത സഹചാരി കൂടിയായ മുഹമ്മദ് ഷിയാസിന്റെ മുഖ്യമന്ത്രി VD സതീശൻ തന്റെ കസേരയിൽ തന്റെ ചേംബറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എല്ലാ ആഴ്ചയും മന്ത്രിസഭാ യോഗശേഷമുള്ള വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകുമോ? ഇതൊക്കെ ഒരു വലിയ കൗതുകമാണ്. ചില ഘട്ടങ്ങളിൽ മാറിപ്പോയ ചില തീരുമാനങ്ങൾ അത് പഴയ രീതിയിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. റോഷിപാൽ, മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ്. എന്ത് ഫയലാണെന്ന് വ്യക്തതയില്ല. സ്ഥാനമേറ്റ ശേഷമുള്ള നടപടിക്രമങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓഫീസ് ചുമതലയേൽക്കുന്ന കടലാസിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. റോഷിപാൽ, വിവരങ്ങൾ നൽകാം. ഇനി എല്ലാ ആഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമോ? നിങ്ങൾക്കും അതൊരു കൗതുകമല്ലേ? നിങ്ങളും കാത്തിരിക്കുന്ന ഒരു കാര്യമല്ലേ അത്? സ്വാഭാവികമാണ്, വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സമീപനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇന്നലെ VD സതീശന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ അത് മുഖ്യമന്ത്രി വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ എത്തുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി AP അനിൽകുമാർ എത്തുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തെ പ്രവർത്തകർ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഓരോ മന്ത്രിമാരായി ഇപ്പോൾ അല്പം മുമ്പ് KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് എത്തിച്ചേർന്നു, മോൻസ് ജോസഫ് എത്തി, രമേശ് ചെന്നിത്തല എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി എല്ലാ മന്ത്രിമാരും എത്തിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. ആ ക്യാബിനറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് കാതോർത്തിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാർ പ്രവർത്തകർക്കിടയിലൂടെ കനത്ത മഴയാണ്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അവർ ആവേശത്തോടെ അവരുടെ നേതാക്കൾ മന്ത്രിമാരായപ്പോൾ അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ ഏറെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഇപ്പൊ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നെത്തി. K മുരളീധരൻ മന്ത്രി പദവിയിലെത്തിയപ്പോൾ ഇത് രണ്ടാം വട്ടമാണ് K മുരളീധരൻ. നേരത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന K മുരളീധരൻ ഇപ്പോൾ അദ്ദേഹം ആരോഗ്യവും ദേവസ്വമാണ് K മുരളീധരനെ കാത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഏക മന്ത്രി കൂടിയാണ്. ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച. അവർ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ ഓരോ മന്ത്രിമാരെയും മുദ്രാവാക്യം വിളിച്ച് അവരെ ആശീർവദിച്ച് സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ അയക്കുന്നു എന്നതാണ്. വലിയ ആവേശമാണ് പ്രവർത്തകരിൽ. അത് ഈ ഒരു പതിറ്റാണ്ടിന് ശേഷം UDF ഭരണത്തിലെത്തുമ്പോൾ അതിന്റെ ഒരു ആവേശം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏറെ പണിപ്പെട്ടാണ് മന്ത്രിമാർ അകത്തേക്ക്. അവരുടെ ആവേശമാണ്, അവരുടെ സ്നേഹമാണ് അവർ ഊഷ്മളമായി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ മന്ത്രിമാർ ഓരോരുത്തരായി എത്തിച്ചേരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മന്ത്രിമാർക്കൊപ്പം സെൽഫി എടുക്കുന്നു പ്രവർത്തകർ. അങ്ങനെ അതിൽ ഓരോ മന്ത്രിമാരായി വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന ഓരോ മന്ത്രിമാരായി സെക്രട്ടേറിയറ്റിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ലോക് ഭവനിൽ നിന്നും മന്ത്രിമാർ ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞ് നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. ഇനി ക്യാബിനറ്റാണ്, പ്രഥമ മന്ത്രിസഭാ യോഗമാണ് VD സതീശൻ മന്ത്രിസഭയുടേത്. അതിലെടുക്കുന്ന തീരുമാനമാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 5 ഗ്യാരണ്ടികളിൽ പ്രഥമ പരിഗണന എന്തിനായിരിക്കും, ഇന്നത്തെ ക്യാബിനറ്റിൽ ഏത് ഗ്യാരണ്ടി ആയിരിക്കും അത് തീരുമാനിക്കുക എന്നത് പ്രധാനമാണ്. ഒരുപക്ഷെ ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള സൗജന്യ യാത്ര അത് ഇന്ന് സ്വാഭാവികമായും മന്ത്രിസഭ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ അത് മുഴുവനല്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകും. അതിനൊപ്പം തന്നെ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ VD സതീശൻ പറഞ്ഞിരുന്നു. അത്തരം സർപ്രൈസുകൾക്കായി കാത്തിരിക്കുന്നു. ജനകീയമായ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനൊക്കെ കേരളം കാത്തിരിക്കുകയാണ്. ഏതായാലും UDFന്റെ
സർക്കാർ അധികാരം ഏറ്റെടുത്തതിന്റെ ഒരു പ്രതിഫലനം അത് നമുക്ക് സെക്രട്ടേറിയറ്റിൽ കാണാം. ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തകർക്ക് ജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടാകുക. അതാണ് ക്യാബിനറ്റ് യോഗത്തിന്റെ ഒരു ദൃശ്യം കൂടി നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാബിനറ്റ് യോഗം ചേരുന്ന റൂമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒഴിഞ്ഞിരിക്കുന്ന കസേരകളാണ് ഇവിടെ. മന്ത്രിമാരെല്ലാവരും ഇരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു കാഴ്ച കൂടി ലഭിക്കുമോ? പതിവുകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസ് ഉള്ള ഒരു സർക്കാർ ആയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ മാധ്യമ ബന്ധവും നല്ലതാവേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത്തരം സൂചനകൾ നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് കടന്നു കയറാവുന്ന ഒരു സാഹചര്യം ഒരുക്കുമോ എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതില്ലായിരുന്നു. മന്ത്രിമാരെ കാണാൻ, ഉദ്യോഗസ്ഥരെ കാണാൻ ഒക്കെ മാധ്യമങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.